വർഷം 2006. ഉത്തർപ്രദേശിലെ നോയിഡയിലെ നിഡാരി ഗ്രാമം. ചെറുതും ശാന്തവുമായ ഒരു പ്രദേശം. പുറം ലോകത്തിന്റെ കണ്ണുകളിൽ ഒരു ശ്രദ്ധയും പിടിച്ചു പറ്റാത്ത ഒരു നാടൻ ഉൾപ്രദേശം. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ജീവിക്കുന്ന കുറെ മനുഷ്യർ. ആ വർഷം ഇന്ന് നിദാരിയിൽ ഒരു തീരാ ദുഃഖമായി നിഴലിക്കുന്നു. ആ ദുഃഖത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ പരിശോധിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളെ പിടിച്ചുകുലുക്കിയ തിരോധാനങ്ങളുടെ കഥ. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോന്നായി കാണാതെയാകുന്നു. പണമോ സ്വാധീനമോ ഇല്ലാത്തതിനാൽ ആ മനുഷ്യർക്ക് പോലീസിൽ നിന്ന് വേണ്ട രീതിയിലുള്ള സഹായം ലഭിക്കുന്നില്ല. കുട്ടികൾ എവിടെയെങ്കിലും സ്വയം ഓടിപ്പോയിട്ടുണ്ടാകാം. കാരണം ദാരിദ്ര്യം അവരെ എന്നും വേട്ടയാടിയിരുന്നു. ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ നാട് വിട്ടു പോകുന്നത് ഒരു അസാധാരണ സംഭവമായിരുന്നില്ല. അതിനാൽ കുട്ടികൾ എവിടെയെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാകാം എന്നതായിരുന്നു പോലീസിൽ നിന്ന് ലഭിച്ച മറുപടി. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയിട്ടും ആ കുട്ടികളാരും തിരികെ വന്നില്ല. നിഡാരിയിലെ രാത്രികൾ പതിയെ അന്യമായ നിശബ്ദതയിലേക്ക് വഴിമാറി. മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് ഉറക്കം നഷ്ടപ്പെട്ടു. പ്രതീക്ഷയോടെ അവർ വീണ്ടും വീണ്ടും പോലീസിന്റെ വാതിൽക്കൽ മുട്ടി. പക്ഷേ അവർക്ക് ലഭിച്ചത് ഉത്തരങ്ങളായിരുന്നില്ല, മറിച്ച് അവഗണനയായിരുന്നു. ഗ്രാമത്തിലാകെ ഭയം പടർന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. 2006 ഡിസംബർ മാസം. ഒരു വീടിന്റെ പിന്നിലെ ഓടയ്ക്ക് സമീപം ചില അസ്ഥികൾ കണ്ടെത്തുന്നു. എന്നാൽ പോലീസ് അതിന് പ്രാധാന്യം നൽകുന്നില്ല. ജനങ്ങൾ പ്രകോപിതരാകുന്നു. സംശയം തോന്നിയ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു. മറ്റൊരു വഴിയുമില്ലാതെയായപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. മണ്ണിനടിയിൽ നിന്ന് അസ്ഥികളും കൂടാതെ അഴുകിയ നിലയിലെ ശരീരാവയവങ്ങളും കണ്ടെത്തുന്നു. അങ്ങനെ രാജ്യത്തെ മുഴുവൻ നടുക്കിയ നിദാരി തിരോധാനങ്ങളുടെ ഉത്തരം പുറത്തു വരുന്നു. ഇന്ത്യയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അധ്യായങ്ങളിൽ ഒന്നിന്റെ പേരായി അത് മാറുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യയെ മുഴുവൻ പിടിച്ചുകുലുക്കിയ നിദാരി കേസിന്റെ അന്വേഷണ നാൾവഴികളെ കുറിച്ചാണ്. വെൽക്കം ടു ഇൻവെസ്റ്റിഗേഷൻ റൂം. നന്ദലാൽ, നിഡാരി ഗ്രാമത്തിലെ അധ്വാനിയായ ഒരു മനുഷ്യൻ. തൻ്റെ കുടുംബത്തിനായി കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു പിതാവ്. അദ്ദേഹത്തിൻ്റെ ലോകം തൻ്റെ കുടുംബമായിരുന്നു. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു 22 വയസ്സുള്ള മകൾ പായൽ. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നന്ദലാൽ ആദ്യം അന്വേഷിച്ചിരുന്നത് അവളെയായിരുന്നു. അവളുടെ ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തോഷം. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ സ്വീകരിക്കുന്ന തൻ്റെ മകൾ. അവശതയിലും അദ്ദേഹത്തിൻ്റെ ഊർജ്ജ സ്രോതസ് തൻ്റെ പ്രിയപ്പെട്ട മകൾ പായലായിരുന്നു. അതോടൊപ്പം തന്നെ പായൽ തൻ്റെ പിതാവിനെ സാമ്പത്തികമായി സഹായിക്കുവാൻ അവൾ അയൽ വീടുകളിൽ വീട്ടുജോലിക്കായി പോകുമായിരുന്നു. അങ്ങനെ 2006 മെയ് 7, 22 വയസ്സുള്ള പായൽ തൻ്റെ പിതാവായ നന്ദലാലിനോടൊരു കാര്യം പറഞ്ഞു. സെക്ടർ 31-ലെ D5 ബംഗ്ലാവിലേക്ക് ജോലിക്കായി പോകുകയാണെന്ന്. ബിസിനസ്സുകാരനായ മുനീന്ദർ സിംഗ് പാന്തറിന്റെ വീടായിരുന്നു അത്. വൈകുന്നേരത്തോടെ തിരികെ വരാമെന്ന് പറഞ്ഞാണ് അവൾ പോയത്. പക്ഷേ ആ വൈകുന്നേരം കടന്നുപോയി. രാത്രിയായി. എന്നിട്ടും പായൽ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. ആദ്യം നന്ദലാൽ കരുതിയത് മകൾ ഏതെങ്കിലും ബന്ധുവീട്ടിൽ പോയിട്ടുണ്ടാകും. പക്ഷേ സമയം കഴിയുന്തോറും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. നന്ദലാൽ ഒട്ടും താമസിക്കാതെ പുറത്തേക്കിറങ്ങി. അയൽ വീടുകളിൽ അന്വേഷിച്ചു. ബന്ധുക്കളെ വിളിച്ചു. സുഹൃത്തുക്കളോട് ചോദിച്ചു. പക്ഷേ എവിടെയും പായലിനെ കണ്ടെത്താനായില്ല. ഒടുവിൽ പ്രതീക്ഷയോടെ അദ്ദേഹം നേരെ D5 ബംഗ്ലാവ് ലക്ഷ്യം വെച്ച് നടന്നു. നന്ദലാലിന്റെ മനസ്സിൽ മകൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം മകൾ രാവിലെ പറഞ്ഞ വാക്കുകളായിരുന്നു. ചിലപ്പോൾ ജോലി സമയത്തിന് കഴിഞ്ഞിട്ടുണ്ടാകില്ല. അവൾ ഇപ്പോഴും ജോലിയിൽ ആയിരിക്കും. നന്ദലാൽ പ്രതീക്ഷയുടെ കോളിംഗ് ബെൽ അമർത്തുന്നു. പെട്ടെന്നൊരാൾ ഇറങ്ങി വരുന്നു. അത് വീട്ടുജോലിക്കാരനായ സുരേന്ദ്ര കോലിയായിരുന്നു. ഒട്ടും അമാന്തിക്കാതെ നന്ദലാൽ പായലിനെ കുറിച്ച് അന്വേഷിക്കുന്നു. പക്ഷെ അയാൾ പറഞ്ഞ മറുപടി കേട്ട് നന്ദലാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നു. പായൽ എന്ന പേരുള്ള ആരെയും എനിക്കറിയില്ല. അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല. ഇതായിരുന്നു അയാളുടെ മറുപടി. നന്ദലാൽ അത് വിശ്വസിക്കുന്നില്ല. നന്ദലാൽ വാതിൽപ്പാളികൾക്കിടയിലൂടെ അകത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സുരേന്ദ്ര കോലിയെ അയാളുടെ കാഴ്ചയെ മറയ്ക്കുന്നു. തുടർന്നൊരു പരങ്ങളോടെ അയാൾ വാതിലടച്ച് അകത്തേക്ക് പോകുന്നു. സംശയം തോന്നിയ നന്ദലാൽ പോലീസിനെ സമീപിക്കുന്നു. പണമോ സ്വാധീനമോ ഇല്ലാത്ത ഒരു പിതാവിന്റെ പരാതി ആര് കേൾക്കാൻ? പ്രത്യേകിച്ചും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി. പോലീസിന്റെ കഥകൾ മെനയാൻ എളുപ്പമായിരുന്നു. ഒരു പിതാവിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങൾ. വീട്ടിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? സ്വർണമോ പണമോ കാണാതായിട്ടുണ്ടോ? മകൾ ആരുടെ ഒപ്പമെങ്കിലും പോയിട്ടുണ്ടാകും. ഇതായിരുന്നു പോലീസിന്റെ മറുപടി. നന്ദലാൽ പോലീസിനോട് പറഞ്ഞു, എൻ്റെ മകളെ എനിക്ക് നന്നായി അറിയാം. അവൾ അങ്ങനെ ചെയ്യില്ല. അവൾക്ക് അനാവശ്യമായ യാതൊരു ബന്ധവുമില്ല. എനിക്കൊരാളെ സംശയമുണ്ട്.
അത് സെക്ടർ 31 D5 ബംഗ്ലാവിലെ മോനീന്ദർ സിംഗ് പാന്ത്രയാണ്. മകൾ അവിടെ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പായലിനെ അവിടെ ബംഗ്ലാവിന്റെ പരിസരത്ത് കണ്ടതായി ചില നാട്ടുകാരൻ നന്ദലാലിനെ അറിയിച്ചിരുന്നു. പക്ഷേ പോലീസ് ഇതൊന്നും ചെവി കൊണ്ടില്ല, പരാതി പോലും സ്വീകരിച്ചില്ല. നന്ദലാൽ നിസ്സഹായനായി മടങ്ങി. നന്ദലാൽ തന്നെ കൊണ്ടാവുന്നത് പോലെ മകളെ അന്വേഷിച്ചു. പക്ഷേ ഒരു ബലവും ഉണ്ടായില്ല. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെ ഒരു നിരന്തര സന്ദർശകനായി മാറി. യാതൊരു അന്വേഷണവും ഉണ്ടായില്ല. ദിവസങ്ങൾ കടന്നുപോയി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. പക്ഷെ തൻ്റെ മകളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ചിലർ പായലിനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പോലും മടിച്ചില്ല. അത് നന്ദലാലിനെ മാനസികമായി തളർത്തി. ഒരു വശത്ത് മകളെ നഷ്ടപ്പെട്ട ദുഃഖം, മറ്റൊരു വശത്ത് അവളെക്കുറിച്ച് തെറ്റായ അഭ്യൂഹങ്ങൾ. പക്ഷേ നന്ദലാൽ അതെല്ലാം തരണം ചെയ്തു. തൻ്റെ മകളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ അയാൾ മുന്നോട്ടു പോയി. ആ കാത്തിരിപ്പിന്റെ അവസാനം കുറച്ച് അസ്ഥികഷ്ടങ്ങളായി അസ്തമിക്കുമെന്ന് നന്ദലാൽ സ്വപ്നത്തിൽ പോലും അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. നിതാരിയിൽ കുട്ടികളെ കാണാതാകാൻ തുടങ്ങുന്നത് 2003 തുടക്കങ്ങളിലാണ്. അതിൽ ഒരു സ്വാഭാവികത ആദ്യമാർക്കും തോന്നിയില്ല. കുട്ടികൾ എവിടെയെങ്കിലും ദാരിദ്ര്യം കാരണം നാട് വിട്ടുപോയതാകാം. ഇതായിരുന്നു നാട്ടുകാരുടെയും പോലീസിന്റെയും ഭാഷ്യം. പക്ഷേ കുട്ടികളുടെ തിരോധാനം വിരലിൽ എണ്ണാവുന്നതിലും അപ്പുറമായി. നാട്ടുകാരുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഏകദേശം 38 കുട്ടികളെ നിധാരിയിൽ നിന്ന് നിരവധി മാസങ്ങൾക്കുള്ളിൽ കാണാതെയായി. ഈ മിസ്സിംഗ് കേസുകളെല്ലാം അധികാരികളെ പ്രദേശവാസികൾ അറിയിച്ചിരുന്നു. എന്നാൽ അധികാരികളുടെ പ്രവൃത്തികൾ മന്ദഗതിയിലായിരുന്നു. ഇരകളുടെ താഴ്ന്ന സാമൂഹിക സാമ്പത്തിക നില തന്നെയായിരുന്നു പ്രധാന കാരണം. അതിനാൽ നിരവധി പരാതികൾ ലഭിച്ചതായി പോലും നിയമപാലകർ രേഖപ്പെടുത്തിയില്ല. 2005 ഫെബ്രുവരി 8 നിഡാരി ഗ്രാമത്തിലെ മറ്റൊരു കുടുംബത്തിന്റെ ജീവിതം മാറി മറിഞ്ഞ ദിവസം. 14 വയസ്സുകാരിയായ റിംബ ഹൽദാർ അന്ന് വീട്ടിൽ നിന്ന് കൂട്ടുകാരത്ത് കളിക്കാനായി പോയതിനു ശേഷം തിരികെ വന്നില്ല. അവളുടെ മാതാപിതാക്കൾ ബന്ധുവീടുകളിലും അയൽ വീടുകളിലും അന്വേഷിച്ചു. പക്ഷെ റിംപയെ കണ്ടെത്താനായില്ല. പ്രതീക്ഷയുടെ മാതാപിതാക്കൾ പോലീസിനെ സമീപിക്കുന്നു. പക്ഷെ അവരുടെ പരാതി ഗൗരവമായി എടുക്കുന്നില്ല. റിംപയുടെ പിതാവിന്റെ പേര് ജിതേന്ദ്ര കുമാർ എന്നായിരുന്നു. 2005 മാർച്ച് മാസം സെക്ടർ 31 D5 ബംഗ്ലാവിന്റെ പിന്നിലുള്ള ഓടയ്ക്ക് സമീപം കളിച്ചുകൊണ്ടിരുന്ന ചില കുട്ടികൾ ഒരു പ്ലാസ്റ്റിക് കവർ കാണുന്നു. ആകാംക്ഷയോടെ അവർ അത് അടുത്തു ചെന്ന് നോക്കുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. കവറിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു മനുഷ്യന്റെ കൈയായിരുന്നു. വാർത്ത ഉടൻ തന്നെ ഗ്രാമം മുഴുവൻ ഒരു കാട്ടുതീ പോലെ പടർന്നു. പോലീസിനെ വിവരമറിയിച്ചു. പക്ഷേ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അത് ഗൗരവമായി എടുത്തില്ല. അതൊരു മൃഗത്തിന്റെ അവശിഷ്ടമായിരിക്കാം എന്നായിരുന്നു അവരുടെ നിഗമനം. കൂടുതൽ അന്വേഷണം നടന്നില്ല. സ്ഥലം വിശദമായി പരിശോധിച്ചുമില്ല. സംഭവം അവിടെ തന്നെ അവസാനിച്ചു. പക്ഷേ പിന്നീട് പുറത്തു വന്ന സാക്ഷിമൊഴികൾ മറ്റൊരു കഥ പറഞ്ഞു. ആ സംഭവം കൃത്യമായി പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ നിഡാരി കേസിന്റെ ഭീകര സത്യം ഒരുപക്ഷെ വളരെ നേരത്തെ പുറത്തു വരുമായിരുന്നു. അതുപോലെ കുറച്ചു കുട്ടികളുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു. എന്നാൽ അവിടെ നടന്നത് അധികാരികളുടെ അനാസ്ഥയായിരുന്നു. അവർ ആ തെളിവ് അവഗണിച്ചു. അതിനോടൊപ്പം നിരവധി ചോദ്യങ്ങളും മണ്ണിനടിയിൽ തന്നെ മൂടപ്പെട്ടു. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ആ കുട്ടികളാരും തിരികെ വന്നില്ല. അതിനിടയിൽ ഗ്രാമവാസികൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. കാണാതായ പല കുട്ടികളെയും അവസാനമായി കണ്ടത് സെക്ടർ 31 D5 ബംഗ്ലാവിന് സമീപത്തായിരുന്നു. അതോടെ പായലിന്റെ പിതാവായ നന്ദലാലിനും റിംപയുടെ പിതാവായ ജിതേന്ദ്രകുമാറിനും സംശയം ശക്തമായി. കൂടാതെ പായലിനെ അവസാനമായി ആ വീടിന്റെ പരിസരത്ത് കണ്ടതായി നാട്ടുകാരുടെ മൊഴിയും നന്ദലാലിനെ വിശ്രമിക്കാൻ അനുവദിച്ചില്ല. അവസാനം രണ്ടുപേരും ഒരു തീരുമാനമെടുക്കുന്നു. നാട്ടുകാരോട് തങ്ങളുടെ മക്കളുടെ തിരോധാനത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുക. ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ വീണ്ടും പ്രാദേശിക പോലീസിനെയും അധികാരികളെയും സമീപിക്കുന്നു. പക്ഷേ പാന്ത്രയുടെ ബംഗ്ലാവിൽ കയറാനോ അയാളെ ചോദ്യം ചെയ്യാനോ ആരും തയ്യാറായില്ല. അവസാനം അവർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റായ SC മിശ്രയുടെ സഹായം തേടുന്നു. SC മിശ്ര അവരുടെ അഭ്യർത്ഥന സ്വീകരിക്കുന്നു. 2006 ഡിസംബർ 29 SC മിശ്രയുടെ നേതൃത്വത്തിൽ നന്ദലാലും ജിതേന്ദ്രകുമാറും ചേർന്ന് ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് ബലമായി കയറുന്നു. അവർ പരിസരങ്ങൾ പരിശോധിക്കുന്നു. ആ വീടിന്റെ പരിസരത്തു നിന്നും ഒരു വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ആ ദുർഗന്ധത്തിന്റെ ഉറവിടം അന്വേഷിച്ചു ചെന്ന് അവർ കാണുന്നത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ഒരു മനുഷ്യന്റെ അഴുകിയ കൈ. എന്നാൽ ഇത്തവണ പഴയതുപോലെ ആയിരുന്നില്ല. നാട്ടുകാർ പ്രകോപിതരാകുന്നു. തങ്ങളുടെ കാണാതായ കുട്ടികൾക്ക് എന്തോ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു. അവർ കൂട്ടമായി പോലീസിന്റെ മുന്നിലേക്ക് ഇരച്ചു കയറുന്നു.
കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ പോലീസ് വേറെ ഒരു മാർഗവുമില്ലാതെ ആ വീട് പരിശോധിക്കാൻ നിർബന്ധിതരാകുന്നു. മാധ്യമങ്ങൾ ഇടപെട്ടു. പോലീസിന്റെ മേൽ സമ്മർദ്ദങ്ങൾ രൂക്ഷമായി. മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനു പിന്നാലെ കാണാതായ കുട്ടികളുടെ കുടുംബാംഗങ്ങൾ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. മാസങ്ങളോളം തങ്ങൾ നൽകിയ പരാതികൾ പോലും പോലീസ് അവഗണിച്ചുവെന്നായിരുന്നു അവരുടെ ആരോപണം. എന്നാൽ പോലീസിന്റെ ആദ്യ പ്രതികരണം മറ്റൊന്നായിരുന്നു. ഇതൊരു കുറ്റകൃത്യമല്ലെന്നും കാണാതായവരിൽ പലരും കുട്ടികളല്ലെന്നും വീട്ടിൽ വഴക്കിട്ട് ഇറങ്ങിപ്പോയ മുതിർന്നവരാണെന്നും ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതോടെ ഗ്രാമവാസികളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. പോലീസ് സത്യം മറച്ചു വയ്ക്കുകയാണെന്നും പോലീസ് പാന്തറിന്റെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും നാട്ടുകാർ മാധ്യമങ്ങളോട് തുറന്നടിച്ചു. കൂടാതെ മനുഷ്യാവശിഷ്ടങ്ങൾ ആദ്യം കണ്ടെത്തിയത് പോലീസാണെന്ന് വരുത്തി തീർക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു. അത് തങ്ങളാണ് കണ്ടെത്തിയതെന്നും പോലീസ് അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുകയാണെന്നും നാട്ടുകാർ തെളിവ് സഹിതം മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തി. മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനു പിന്നാലെ ബൊനിന്ദർ സിംഗ് പാന്തനെയും വീട്ടുജോലിക്കാരനായ സുരേന്ദ്ര കോലിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അന്വേഷണത്തിനിടെ സുരേന്ദ്ര കോലിയെ കൊലപാതകങ്ങളിൽ തന്റെ പങ്ക് സമ്മതിക്കുന്നു. എന്നാൽ ബൊനിന്ദർ സിംഗ് പാന്തർ തുടക്കം മുതൽ മറ്റൊരു നിലപാടിലായിരുന്നു. ഈ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല. സുരേന്ദ്ര കോലിയെ മാത്രമാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ എന്നതായിരുന്നു അയാളുടെ വാദം. പക്ഷേ ഇത്രയും കുറ്റകൃത്യങ്ങൾ വീടിന്റെ ഉടമ അറിയാതെ എങ്ങനെ ഉണ്ടാകും എന്ന ചോദ്യം സമൂഹത്തിലും മാധ്യമങ്ങളിലും ശക്തമായി ഉയർന്നു. അതോടെ ഇരുവർക്കുമെതിരെ ബലാത്സംഗം, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ സുരേന്ദ്ര കോലി ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. കൊലപാതകങ്ങൾ മാത്രമല്ല താൻ ചെയ്തത്. ചില ഇരകളുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റി അവ പാചകം ചെയ്തു ഭക്ഷിച്ചു. അത് രാജ്യത്തെ മുഴുവൻ നടുക്കുന്ന ഒന്നായിരുന്നു. ഈ വെളിപ്പെടുത്തലാണ് നിഡാരി കേസിനെ ഇന്ത്യയിലെ ഏറ്റവും ഭയാനകമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നായി മാറ്റിയത്. എന്നാൽ പിന്നീട് കോടതിയിൽ സുരേന്ദ്ര കോലി തന്റെ കുറ്റസമ്മതം നിർബന്ധിച്ച് വാങ്ങിയതാണെന്ന് ആരോപിച്ചു. ആ മൊഴി പിൻവലിപ്പിച്ചു. അതുകൊണ്ട് ഈ ആരോപണം ഇന്നും കേസിലെ ഏറ്റവും വിവാദമായ ഭാഗങ്ങളിലൊന്നായി തുടരുന്നു. ഈ കേസിൽ പായലിന്റെ തിരോധാനമായിരുന്നു അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ്. പായലിനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിനിടെയാണ് പോലീസിന് ആദ്യമായി D5 ബംഗ്ലാവിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ലഭിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം പരിശോധിച്ചത് പായലിന്റെ മൊബൈൽ ഫോണായിരുന്നു. സിം കാർഡ് പ്രവർത്തനരഹിതമായിരുന്നെങ്കിലും മൊബൈൽ ഫോൺ അപ്പോഴും ഉപയോഗത്തിലാണെന്ന് അവർ കണ്ടെത്തുന്നു. തുടർന്ന് IMEI നമ്പർ ഉപയോഗിച്ച് ഫോണിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. ആ അന്വേഷണം ഒടുവിൽ ഒരു ഓട്ടോ ഡ്രൈവറിലേക്ക് എത്തുന്നു. ചോദ്യം ചെയ്യലിൽ ആ ഫോൺ തന്റെ റിക്ഷയിൽ ഒരാൾ മറന്നുവെച്ചതാണെന്നും പിന്നീട് അത് D5 ബംഗ്ലാവുമായി ബന്ധപ്പെട്ട ഒരാൾ തിരികെ വാങ്ങിയെന്നും അയാൾ പോലീസിനോട് പറയുന്നു. അങ്ങനെ പോലീസിന് പായലിന്റെ തിരോധാനവുമായി സുരേന്ദ്ര കോലിയെ നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്നു. ഓട്ടോ ഡ്രൈവർ അയാളെ തിരിച്ചറിയുന്നു. കണ്ടെടുത്ത അസ്ഥികളുടെ DNA ഫലം വന്നപ്പോൾ അതിൽ പായലിന്റെ അസ്ഥിയും ഉണ്ടായിരുന്നു. നിഡാരി കേസ് ഒരു ക്രൂര കുറ്റകൃത്യത്തിന്റെ കഥ മാത്രമല്ല, ഒരു പിതാവിന്റെ തളരാത്ത പോരാട്ടത്തിന്റെ കഥ കൂടിയാണ്. അന്ന് നന്ദലാൽ തന്റെ മകളെ കണ്ടെത്താനുള്ള ആ പോരാട്ടം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നും ഒരുപാട് ജീവനുകൾ മണ്ണിനടിയിൽ ഉത്തരം കിട്ടാതെ മറഞ്ഞു പോയേനെ. പായലിന്റെ തിരോധാനത്തെ തുടർന്നുള്ള അന്വേഷണം ഒരു ഭീകര കുറ്റകൃത്യത്തിന്റെ ചുരുളഴിക്കുന്നു. പക്ഷേ അത് അന്വേഷണത്തിന്റെ അവസാനമായിരുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ് ഏറ്റവും വലിയ അന്വേഷണം ആരംഭിക്കുന്നത്. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നു. ഇത്രയും കുട്ടികൾ കാണാതായിട്ടും എന്തുകൊണ്ട് അന്വേഷണം വേണ്ടവിധം നടത്തിയില്ല? ഈ ചോദ്യം മാധ്യമങ്ങളും പാർലമെന്റിലും രാജ്യമെമ്പാടും ഒരേപോലെ ഉയർന്നു. ജനരോഷം ദിനംപ്രതി ശക്തമായി. ഒടുവിൽ 2007 ജനുവരി 10 ഉത്തർപ്രദേശ് സർക്കാർ ഈ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറുന്നു. CBIയുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം, സുരേന്ദ്ര കോലി ഒറ്റയ്ക്കായിരുന്നോ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത്, അതോ വീടിന്റെ ഉടമയായ ബൊനിന്ദർ സിംഗ് പാന്തറിനും പങ്കുണ്ടായിരുന്നോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക എന്നതായിരുന്നു CBIയുടെ പ്രധാന ദൗത്യം. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇരുവരെയും നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്കും വിധേയരാക്കുന്നു. ഈ പരിശോധനകൾക്കിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ പ്രകാരം സുരേന്ദ്ര കോലി ഓരോ ഇരയെയും കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം മൃതദേഹങ്ങളോട് ലൈംഗിക അതിക്രമം നടത്തുന്നു. ശരീരങ്ങൾ വീടിനുള്ളിലെ കുളിമുറിയിലേക്ക് കൊണ്ടുപോയി കഷ്ണങ്ങളാക്കുകയും ഓടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു.
അതേസമയം മോനീന്ദർ സിംഗ് പാന്തറിന് ഈ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന് നേരിട്ട് പങ്കില്ലെന്നും സുരേന്ദ്ര കോഹ്ലി ഈ പരിശോധനകൾക്കിടെ പറഞ്ഞതായി അന്വേഷണ രേഖകളിൽ പറയുന്നു. ആകെ 19 തലയോട്ടികളാണ് D5 ബംഗ്ലാവിന്റെ പരിസരത്തു നിന്നും പോലീസും CBIയും കണ്ടെത്തുന്നത്. അതിൽ 16 പൂർണ്ണമായും 3 കേടുപാടുകൾ സംഭവിച്ച നിലയിലുമായിരുന്നു. എല്ലാ അവശിഷ്ടങ്ങളും DNA പരിശോധനയ്ക്കായി അയച്ചിരുന്നു. പരിശോധനയിൽ പായലൊഴികെ ബാക്കിയെല്ലാ ഇരകളും കുട്ടികളാണെന്ന് വ്യക്തമായി. ഡോക്ടർമാരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് മറ്റൊരു കാര്യമായിരുന്നു: ശരീരങ്ങൾ മുറിച്ച രീതി. പോസ്റ്റ്മോർട്ടം നടത്തിയ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ശരീരങ്ങൾ ഒരു കശാപ്പുകാരന്റെ കൃത്യതയോടെയാണ് മുറിച്ചു മാറ്റിയിരുന്നത്. ഓരോ മൃതദേഹവും 3 കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷമാണ് ഉപേക്ഷിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ നിഡാരി കേസ് കോടതിയിലെത്തുന്നു. രാജ്യം മുഴുവൻ ആ വിധിക്കായി കാത്തിരിക്കുകയായിരുന്നു. 2009 ഫെബ്രുവരി 13 പ്രത്യേക CBI കോടതി സുരേന്ദ്ര കോഹ്ലിയെ റിംബ ഹൽദാറിന്റെ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും കുറ്റക്കാരനായി കണ്ടെത്തുന്നു. തുടർന്ന് വധശിക്ഷ വിധിക്കുന്നു. എന്നാൽ കോടതി മുറിയിലെ പോരാട്ടം അവിടെ അവസാനിച്ചിരുന്നില്ല. അപ്പീലുകൾ, പുനർവിചാരണകൾ, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടങ്ങൾ, ഇവയെല്ലാം നിഡാരി കേസിനെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും സങ്കീർണമായ കേസുകൾ ഒന്നായി മാറ്റി തീർത്തു. 2023 അലഹാബാദ് ഹൈക്കോടതി തെളിവുകൾ പര്യാപ്തമല്ലെന്ന കാരണത്താൽ മോനീന്ദർ സിംഗ് പാന്തറിനെയും സുരേന്ദ്ര കോഹ്ലിയെയും കുറ്റവിമുക്തരാക്കുന്നു. എന്നാൽ ആ വിധിയെ CBI സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. അതിനാൽ നിഡാരി കേസിന്റെ അവസാന അധ്യായം ഇന്നും എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പാണ്: നിഡാരിയിലെ ആ പിഞ്ചുകുട്ടികളുടെ ആത്മാക്കൾ ഇന്നും നീതിക്കായി പോരാടുകയാണ്. നിഡാരി കേസ് ഒരു സീരിയൽ കില്ലറുടെ കഥ മാത്രമായിരുന്നില്ല. അധികാരികളുടെ അനാസ്ഥയുടെയും ഒരു പിതാവിന്റെ തളരാത്ത പോരാട്ടത്തിന്റെയും ഉത്തരങ്ങൾ ഇന്നും പൂർണ്ണമാകാത്ത ഒരു ദുരന്തത്തിന്റെ ചരിത്രം കൂടിയാണ്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.